ഗോൾസ് റൊണാൾഡോ, മോസ്റ്റ് ഇന്റർനാഷണൽ ഗോൾസ് റൊണാൾഡോ, മോസ്റ്റ് റെക്കോർഡ്സ് റൊണാൾഡോ, ഫിഫയുടെ യുഎഫയുടെ എല്ലാ അവാർഡ്സും ഹോൾഡ് ചെയ്യുന്ന ഒരു പ്ലെയർ റൊണാൾഡോ. അത് മാത്രമല്ല പ്രീമിയർ ലീഗിൽ, ചാമ്പ്യൻസ് ലീഗിൽ ഹാട്രിക് വിൻ. ഓക്കെ, ക്രിസ്ത്യാനോ റൊണാൾഡോ മെസ്സി ഡിബേറ്റ് ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. അതിങ്ങനെ പൊക്കോണ്ടേയിരിക്കുന്നുള്ള കാര്യമൊക്കെ ശരി തന്നെയാണ്. ഐ ആം എ ഫാൻ ഓഫ് ക്രിസ്ത്യാനോ റൊണാൾഡോ. പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്, ബാക്കി കാര്യങ്ങളോടൊക്കെ ഒരു ആരാധനയുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഡിനൈ ചെയ്യാൻ പറ്റില്ല. ഇന്റർനാഷണൽ ഫുട്ബോൾ ഫെഡറേഷൻ ഓഫ് ഹിസ്റ്ററി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മെയ് 2025 ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആരാണ് എന്നുള്ളത്. അതിൽ ഈ പറയുന്ന എല്ലാ അവാർഡുകളും ഉണ്ടായ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സ്ഥാനം എന്ന് പറയുന്നത് 4ാമതാണ്. അതൊരു കുറവായിട്ടല്ല ഞാൻ പറയുന്നത്, 4ാമതാണ്. പക്ഷേ അതിൽ 1ാമത് നിൽക്കുന്നത് ആരാണെന്നറിയോ? അറിയണം. അത് ഇനി റിഗ്ഡ് ആണെന്ന് പറയരുത്. നിങ്ങൾക്ക് കിട്ടാത്ത എല്ലാം റിഗ്ഡാ. അതാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി. എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയില്ല അതെല്ലാം റിഗ്ഡ് അല്ലേ? പിന്നെ അത് എനിക്ക് തോന്നുന്നില്ല റിയൽ മാഡ്രിഡ് ഫാൻസ് ഒരിക്കലും പറയും തോന്നുന്നില്ല. കാരണം ബെസ്റ്റ് ക്ലബ് ഓഫ് 21st സെഞ്ച്വറി എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കൊടുത്തതും ഈ പറയുന്ന പോലെ തന്നെ IFFHS തന്നെയാണ്. സോ അപ്പോൾ അവരുടേതായിട്ടുള്ള സ്റ്റഡീസും അതിൻ്റെ കുറേ ക്രൈറ്റീരിയസും കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ട് ഈ പറയുന്ന എല്ലാ അവാർഡ്സും എടുത്തുകൊണ്ട് തന്നെ ഇത് ചെയ്യുള്ളൂ. അല്ലാതെ ചുമ്മാ വീട്ടിലിരിക്കുന്ന എടുത്ത് അങ്ങോട്ട് കൊടുക്കുകയല്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് മെസ്സിയും അർജന്റീനയും കേരളത്തിലേക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോർച്ചുഗലിൻ്റെ കഴിഞ്ഞ കുറച്ച് കാലത്തെ റെക്കോർഡ്സും അർജന്റീനയുടെ കഴിഞ്ഞ കുറച്ച് കാലത്തെ റെക്കോർഡ്സും എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാണ് മികച്ചതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതുകൊണ്ട് അതിലൊരു ചോദ്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഫോളോവേഴ്സ് കൂടുതലാണ്, സോ അതുകൊണ്ട് തന്നെ പുള്ളി വന്ന് കളിക്കട്ടെ, അങ്ങനെയല്ല. ഒരു ഗവൺമെൻറ് കുറേ കാശിറക്കി ഒരു ഫുട്ബോളിൻ്റെ ഒരു ടൂർണമെൻറ്റ് നടത്തുമ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച ടീമിനെ കൊണ്ടുവരുള്ളൂ, മികച്ച താരങ്ങളെ കൊണ്ടുവരുള്ളൂ. അത്രേ ഉള്ളൂ അതേ ഉള്ളൂ അതിൻ്റെ ഒരു ഉത്തരം. ഓക്കെ, സോ ദിസ് ഈസ് നോട്ട് അബൌട്ട് എനി ഹെയ്റ്റോ അല്ലെങ്കിൽ ബാക്കി സംഭവമൊന്നുമല്ല. റൊണാൾഡോ ഈസ് ഗ്രേറ്റ്, അതിലൊരു ഡൗട്ടും ഇല്ല. പക്ഷേ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഈസ് മെസ്സി, നോ ഡൗട്ട് ഇൻ ഇറ്റ്.